നമസ്കാരം എല്ലാ ISL പ്രേമികൾക്കും GTF വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഈ ഒരു വീഡിയോ ഭഗതരൻ വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് FC പുതിയ സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിനോട് ഭാഗമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഡിമിട്രിയോസ് ഡയമൻഡാക്കോസിന് പകരക്കാരനായിട്ട് പുതിയ ഫോറിൻ സെൻട്രൽ ഫോർവേഡിനെ ടീമിലേക്ക് എത്തിക്കാനുള്ള പുറപ്പാടിലാണ്. ഇപ്പോൾ നിലവിലെ റൂമറുകളും റിപ്പോർട്ടുകളും പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് FC എത്തിക്കാൻ ശ്രമിക്കുന്നത് ജാമി മെക്ലിയറൻ എന്ന് പറയുന്ന 30 വയസ്സുകാരൻ ഓസ്ട്രേലിയൻ സെന്റർ ഫോർവേഡിനെയാണ്. നിലവിൽ A ലീഗിൽ മെൽബൺ സിറ്റിക്ക് വേണ്ടിയാണ് ഇദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ 5 ഗോൾഡൻ ബൂട്ടുകളും അതുപോലെ തന്നെ 2 തവണ ചാമ്പ്യനുമായിട്ടുണ്ട്. ജാമി മെക്ലിയറിന് ISL നിന്നും ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല നിലവിൽ കൊടുത്തിട്ടുള്ളത് മുംബൈ സിറ്റി FC, SC ഈസ്റ്റ് ബംഗാൾ, അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തുടങ്ങിയ ടീമുകളാണ് താരത്തിന് വേണ്ടി രംഗത്തെത്തിയിട്ടുള്ളത്. അത്രയും മികച്ചൊരു സെന്റർ ഫോർവേഡിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC നിലവിൽ ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതുമാത്രമല്ല ജാമി മെക്ലിയറിനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നോവ സദോയി അതുപോലെ തന്നെ അഡ്രിയാൻ ലൂണ തുടങ്ങിയ താരങ്ങളുടെ ഒപ്പം വളരെ മികച്ചൊരു കോംബോ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് നല്ല ഗോൾ മഴകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത്രയും മികച്ച 2 ഫോർവേഡുകൾ ചേരുമ്പോൾ അതിനോടൊപ്പം തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള മെജീഷ്യൻ ആയിട്ടുള്ള അഡ്രിയാൻ ലൂണ കൂടെ വരുമ്പോൾ നമുക്ക് 2021-22 സീസണിൽ കണ്ട വളരെ മികച്ച ഒരു ട്രിയോ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് FC കാണാൻ സാധിച്ചേക്കും. എന്തായാലും വീഡിയോ അവസാനിക്കുന്നു. ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യുക. മറ്റൊരു ദിവസമായി മറ്റൊരു അപ്ഡേറ്റുകൾ വരുന്നവരേക്കും എല്ലാവർക്കും സ്റ്റേ ട്യൂൺഡ് അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.